അതെ, ബാലൻ മൂവി കണ്ടിട്ട് വന്നോളൂ. ഞാൻ സത്യത്തിൽ ഒത്തിരി ലക്കിയാണ്. കാരണം ഞാൻ ഈ റിവ്യൂ പറയുന്ന പോലെ ഒരു റിവ്യൂവും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആകെ ആരോ പറഞ്ഞു ബാലൻ മൂവി നല്ല പടമാണെന്ന്, ഇത്രേ അറിയത്തുള്ളൂ. അതിൻ്റെ സ്റ്റോറി എന്താണെന്നോ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല. വേറെ അഭിപ്രായങ്ങളോ റിവ്യൂ ഒന്നും കണ്ടിട്ടില്ല. നല്ല ഒരു മൂവിയാണെന്നുള്ളൊരു കാര്യം മാത്രം കേട്ടിട്ട് പോയതാണ്. ഒരു ഐഡിയ പോലെ നമുക്ക് തരാത്തിലേക്ക് വരും. ആൾക്കാരെ കാസ്റ്റ് ചെയ്തു, പടത്തിന് ബാലൻ പേരിട്ട്, ട്രെയിലറിൽ വേറെന്തൊക്കെയൊക്കെയോ കാണിച്ച്, അതിനിടയ്ക്ക് ടൊവിനോനെ കൊണ്ടുവന്നു. പടം തുടക്കം തൊട്ട് അവസാനം വരെ നല്ലൊരു സ്റ്റോറി പറഞ്ഞിങ്ങനെ പോവുകയാണ്. അതായത് നമുക്ക് ചിന്തിക്കാനും നമുക്ക് ഇഷ്ടപ്പെടാനും എല്ലാം വകുപ്പുള്ളൊരു ഇമോഷണൽ ഡ്രാമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു സസ്പെൻസ് ഉണ്ടെന്നോ ഇതിനകത്തൊരു ത്രില്ലിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം കുറേ ഇവൻറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരു ത്രെഡ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ സെൻസിബിൾ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് ഓൾ ഓഫ് എ സഡൻ ക്ലൈമാക്സ് വരുന്നത്. പടം എടുത്തിട്ട് അങ്ങ് അലക്കി കളഞ്ഞു. ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായത് ഈ പടത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്തതുകൊണ്ടായിരിക്കാം. എനിക്കിത് ഓർമ്മ വരുന്നത്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നന്ദനം മൂവി, പേര് പോലും അറിയാതെ പോയി കണ്ട ഒരു മൂവിയായിരുന്നു. പടം ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട അവസാനം അത് ക്ലൈമാക്സ് ഇതിൽ വന്നൊരു ഫീലാണ്. അത് ത്രില്ലറൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിവേ ഞാൻ പടം കണ്ട് ഒരു ലാസ്റ്റ് 5 മിനിറ്റ്സ് ഫുൾ കരഞ്ഞ് അലമ്പാക്കി. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പോൾ ദൃശ്യം കാണാൻ പോയപ്പോൾ ഇതുപോലെയായിരുന്നു. അതൊരു ഫാമിലി മൂവിയാണെന്നുള്ള രീതിയിൽ നമ്മൾ പോയി കണ്ടത്, ത്രില്ലറൊന്നും ആയിരുന്നില്ല. പക്ഷേ അത് ത്രൂ ഔട്ട് നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരും. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ത്രില്ലറാണെന്ന് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ളപ്പോൾ നമ്മൾ ഞാൻ ഈ അടുത്ത് കണ്ട ഏത് ഇപ്പോൾ കിഷ്കിന്ത കാണ്ടോ അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സോ, ഇതിലെല്ലാം നമുക്ക് ആ ഒരു ഫീൽ തുടക്കത്തിൽ തന്നെ കിട്ടുന്നു. എന്തോ കാര്യം വരാനുണ്ടെന്നോ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ടോ. ഇതങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് മേ ബി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഷോഷാങ്ക് റിഡംഷൻ പോലെ ആയിരിക്കും. പക്ഷേ ഷോഷാങ്കിൻ്റെ റിഡംഷൻ്റെ കാര്യത്തിൽ നമുക്ക് ക്ലൈമാക്സിൽ എന്തോ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് എന്ന അറിവുണ്ടായിരുന്നത് കൊണ്ട് അത്രയ്ക്ക് എനിക്ക് ടച്ചായില്ല ഈ ഒരു ലെവലിൽ. പക്ഷേ അബ്സല്യൂട്ട്ലി അമേസിങ് ആയിരുന്നു. എനിവേ എല്ലാവരും പോയി കാണണം. പിന്നെ ഇതുപോലെ തന്നെ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളി, സ്റ്റോറി ടെല്ലിങ് അടിപൊളി, ചെറിയ ചെറിയ അവിടെ ഇവിടെയൊക്കെ കൊച്ചു കൊച്ചു ലുക്ക് ഹോൾസ് ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അൺബിലീവബിളി ഗുഡ്. ഈ അടുത്ത മലയാളത്തിൽ ഇറങ്ങിയ ത്രില്ലറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി ത്രില്ലിംഗ് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും അവസാനം പെട്ടെന്നൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു, ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇതുവരെ ഈ സിനിമയായിട്ടൊരു ബന്ധമില്ലാത്തൊരു ഇൻസിഡൻറ്റ് കാണിച്ചിട്ട് അതിനെ നമ്മുടെ ആ സസ്പെൻസിലേക്ക് കണക്ട് ചെയ്യിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സ്റ്റുപ്പിഡായിട്ടുള്ള ത്രില്ലറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടുമിക്ക എല്ലാ പടം. അതുകൊണ്ട് ഇതങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ശരിക്കും സ്റ്റോറി വണ്ണായിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. കാരണം ഈ ഒരു ഫീൽ ചിലപ്പം തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ ചിലപ്പം കിട്ടിക്കൊള്ളണമെന്നില്ല.